ഹായ്. ഇന്ന് നമ്മൾ ജസ്റ്റ് പരിചയപ്പെടുത്തുന്നത് ഗേറ്റ് ഓട്ടോമേഷനാണ്. ഗേറ്റ് ഓട്ടോമേഷനിൽ എന്തൊക്കെ ഐറ്റംസ് വരും, നിങ്ങളുടെ ഗേറ്റ് ഏത് ടൈപ്പ് ഉള്ളതാണ്, അതിന് ഏത് തരം മോട്ടർ വെക്കണം എന്നൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. ജസ്റ്റ് ഒന്ന് ഗേറ്റ് ഓട്ടോമേഷൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഞങ്ങൾ ചെയ്തൊരു ഗേറ്റാണ്. ഈ ഗേറ്റിൽ നമ്മൾ ഇവിടെ റോളർ മോട്ടർ വെച്ചിട്ടുണ്ട്. ഈ മോട്ടറിൻ്റെ പേരാണ് റോളർ മോട്ടർ. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നിരപ്പായ സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഗേറ്റ് റോൾ ചെയ്ത് വരുന്ന മോട്ടറാണ് സാധാരണ വെക്കാറ്. ഇനി നിരപ്പല്ല, ഒരു കുഴിയിലേക്കൊക്കെയാണ് തുറക്കുന്നത്, അല്ലെങ്കിൽ റോൾ ചെയ്യാൻ പറ്റാത്ത മോട്ടറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മോട്ടർ എന്നുള്ള മോട്ടർ വെക്കേണ്ടി വരും. ആ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈയിൻ്റെ ഇതുപോലെ ഈ രണ്ട് സൈഡിലും ഇങ്ങനെ സംഭവം പിടിപ്പിക്കും. ഈ മോട്ടർ ഇതാണ് ഇങ്ങനെ പുഷ് ചെയ്ത് തുറക്കുന്നത്, മനസ്സിലായോ? ഇതിനാണ് ആ മോട്ടർ എന്ന് പറയുന്നത്. അതുപോലെ രണ്ട് സൈഡിലും അതുപോലെ വെച്ച് കൊടുക്കും. ഇത് റോളർ മോട്ടർ ആണെന്നുണ്ടെങ്കിൽ റോൾ ചെയ്തിട്ടാണ് തുറക്കുന്നത്. തുറക്കുന്നത് ഞാൻ വീഡിയോ ഇടാം. അതുപോലെ തന്നെ രണ്ടാമത് സ്ലൈഡിങ് ഗേറ്റുകളാണ് കൂടുതൽ ഇപ്പോൾ പല വീടുകളിലും ചെയ്യുന്നത്. സ്ലൈഡിങ് ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ് ഇൻസ്റ്റാളേഷനും എല്ലാ കാര്യങ്ങളും. അതാണെങ്കിൽ സ്ലൈഡിങ് മോട്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഓരോ ഗേറ്റിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വർക്ക് ചെയ്ത് നോക്കി നോക്കൂ. നമുക്കിനി ഇവിടെ ലോക്ക് വേണ്ട. ഇതിന് ഈ ലോക്ക് ഞങ്ങൾ ക്ലോസ് ചെയ്ത് ടാഗ് ചെയ്ത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടാണ്. കാരണം ഇത് ലോക്ക് ചെയ്യരുത്, ലോക്ക് ചെയ്താൽ പണിയാവും, നമുക്ക് മോട്ടർ കംപ്ലയിൻറ്റ് വരും. അപ്പോൾ ഗേറ്റ് അതുപോലെ തന്നെ ഇതുണ്ട്. ഇവിടെ കുറ്റൊക്കെ അറിയാതെ ആരെങ്കിലും ഇട്ട് വെക്കാതിരിക്കും ഞങ്ങൾ ബെൽഡ് ചെയ്ത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറ്റൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ മോട്ടർ കിടന്ന് ഇങ്ങനെ കറങ്ങും ചെയ്യും, അത് കംപ്ലയിൻറ്റ് വരും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നതാണ്. ഇതാണ് അതിൻ്റെ യൂണിറ്റ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ സെൻസറിൻ്റെ കണക്ഷൻസ് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ഐറ്റം വാങ്ങാൻ വേണ്ടി പോയിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫ്രണ്ടിൽ സെൻസർ വയ്ക്കും. സെൻസർ എന്താ ഉപയോഗം എന്ന് വെച്ചാൽ ഫ്രണ്ട് കാണിച്ചു തരാം. നമ്മുടെ ലിഫ്റ്റിലൊക്കെ ആരെങ്കിലും കയറി വരികയാണെന്നുണ്ടെങ്കിൽ ലിഫ്റ്റിൽ പെട്ടെന്ന് കൈ നീട്ടിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറും. ആ കയറുന്ന വെച്ചാൽ അതിൻ്റെ സെൻസറാണ് അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ഇവിടെ സെൻസർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടോ? ഇതുപോലെ ഇപ്പുറത്തതിന് ഫോട്ടോ സെൽ എന്ന് പറയും. അപ്പോൾ ഈ ഫോട്ടോ സെല്ലുകൾ കണക്ട് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഫ്രണ്ടിലേക്ക് വണ്ടി കയറി വരിക, അല്ലെങ്കിൽ ഒരാൾ നടന്ന് കയറി വരികയൊക്കെ ചെയ്യുമ്പോൾ ഗേറ്റ് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവുന്നത്. അപ്പോൾ ഞാൻ ഈ ഗേറ്റിൽ ചോദിച്ചാൽ മൊബൈൽ ഫോണിലുണ്ട്, ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. മൊബൈൽ ഫോണിൽ അവർക്ക് ഓപ്പൺ ചെയ്യാം, റിമോട്ടിൽ അവർക്ക് ഓപ്പൺ ചെയ്യാം, പിന്നെ മാനുവലി ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഈ ഗേറ്റിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് വീടിൻ്റെ ദൂരത്തിരുന്നിട്ട് വേണമെങ്കിലും മൊബൈൽ ഫോണിലൂടെ ഈ ഗേറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഗേറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഗേറ്റ് ഓപ്പൺ ചെയ്യാണ്, കണ്ടോ? ഇത് ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഗേറ്റ് റോൾ ചെയ്യുമ്പോൾ കണ്ടല്ലേ, ഇതിനൊരു ഷോക്ക് ഉണ്ട് കേട്ടോ. ഇത് താഴുമ്പോൾ ഒന്നും ചെയ്യും, കണ്ടോ? അപ്പോൾ ഒന്നും താഴെ ചെയ്യുന്നത്. ഇവിടെ ഞങ്ങളൊരു മാഗ്നറ്റിക് സെൻസർ കൊടുത്തിട്ടുണ്ട്, ഇത് സ്റ്റോപ്പർ എന്ന് പറയും, കണ്ടോ? ഇവിടെയും കണ്ടോ രണ്ട് സ്റ്റോപ്പറുകളാണ്. ഗേറ്റ് വന്നിട്ട് ടച്ച് ചെയ്തിട്ട് ഇവിടെ നിൽക്കും. ഇത് മാഗ്നറ്റാണ് സംഭവം, അതുകൊണ്ടാണ് ഗേറ്റിൻ്റെ ആ മോട്ടർ അപ്പം തന്നെ നിന്ന് പോകും. ഗേറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഒരു ഗേറ്റ് ഫ്രണ്ടിലായിട്ട് വരും. ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന വീഡിയോ ആണത്. അപ്പോൾ ഇങ്ങനെയാണ് ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വൈഫൈ മൊഡ്യൂൾസ് വെച്ചിട്ടാണ് നമ്മൾ മൊബൈൽ ഫോണിൽ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഗേറ്റ് ഓട്ടോമേഷനിൽ ഇത്രയും സാധനങ്ങളാണ് പറയാനുള്ളത്. ഈ 3 മോട്ടറുകളെ കുറിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ നല്ല ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുക. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരുപാട് ഫാൾട്ടുകൾ വരാൻ സാധ്യതകളുണ്ട്. അല്ല, സാമ്പത്തിക നഷ്ടം നമുക്ക് തന്നെ ഉണ്ടാകുന്ന കേസുകളാണ്. അപ്പോൾ താങ്ക് യു.